വെൽക്കം ബാക്ക്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരന് മർദ്ദനമെന്ന പരാതിയാണ് ഈ ഭിന്നശേഷി ദിനത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. SFI യൂണിറ്റ് ഭാരവാഹികളായ 4 പേർക്കെതിരെ 2ാം വർഷ വിദ്യാർത്ഥി മുഹമ്മദ് അനസാണ് പോലീസിൽ പരാതി നൽകിയത്. സ്വാധീനമില്ലാത്ത കാലിൽ ചവിട്ടിയെന്നും അംഗപരിമിതിയെ കളിയാക്കി സംസാരിച്ചെന്നും പരാതിയിൽ പറയുന്നു. എൻ്റെ അടുത്ത് ഇന്ന കുറച്ച് ജോലികളൊക്കെ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതേപോലെ കാലിന് ഇതേപോലെ അസൗകര്യം ഉള്ളതാണ്, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം അവിടെ വെച്ച് അസഫ്യം പറയുകയും എൻ്റെ വൈകല്യത്തെ പറ്റി കുറ്റം പറഞ്ഞ് എന്നെ മോശപരമായിട്ട് പറഞ്ഞ് എന്നെ മർദ്ദിക്കുകയും ചെയ്തു ഒരു പ്രാവശ്യം. ഇന്നലെ വീണ്ടും ഒരു പ്രശ്നമായി ഇതേപോലെ എൻ്റെ അടുത്ത് കൊടി കെട്ടാനും ഇതിനൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു പറ്റത്തില്ല, കാല് വയ്യ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കോളറിൽ പിടിച്ച് എന്നെ മർദ്ദിക്കുകയും അമൽചന്ദ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റ് എന്നെ മർദ്ദിക്കുകയും അമൽചന്ദ് എന്ന് പറഞ്ഞാൽ അവൻ വന്ന് എൻ്റെ ഈ വലിയ സ്വാധീനമില്ലാത്ത കാലിൽ ചവിട്ടി, ഷൂസിട്ട് ഇറുക്കി ചവിട്ടി. ഈ കേസ് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വീട്ടിൽ കയറി അടിക്കുമെന്നും കോളേജിൽ കയറി കഴിഞ്ഞാൽ നിൻ്റെ 2 കാലും വെട്ടുമെന്നും ഒരു ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സുനിഷ അയലൂർ നമുക്കൊപ്പം ചേരുന്നു. സുനിഷ, ഭിന്നശേഷി ദിനത്തിൽ തന്നെയാണ് ഈ വാർത്ത നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ദൃശ്യങ്ങൾ കൂടി കാണുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? സുജയ, അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഭിന്നശേഷി ദിനത്തിലാണ് ഇത്തരം ഒരു വാർത്ത വരുന്നത് എന്നത് തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയാണ് ഈ അനസിനെ അകാരണമായി SFI പ്രവർത്തകർ മർദ്ദിച്ചു എന്നതാണ്. അനസും ഇതേ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അനസിന്റെ ഒരുപക്ഷെ പ്രതികരണത്തിൽ തന്നെ മനസ്സിലായിരിക്കും പലപ്പോഴും ഈ ഈ കൊടിതോരണങ്ങൾ കെട്ടാനും അങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ ചെയ്യാൻ അനസിനോട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെയും കാലിന് സ്വാധീനമില്ലാത്തതുകൊണ്ട് തന്നെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് അനസ് അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതൊന്നും അംഗീകരിക്കാൻ ഈ യൂണിറ്റ് ഭാരവാഹികൾ തയ്യാറായില്ല എന്നും ഇവനെ മാനസികമായും ഒപ്പം തന്നെ ശാരീരികമായും ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇതുവരെയും ചെയ്തത് എന്നുമാണ് ആരോപണമായി ഉയർന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നേരത്തെയൊക്കെ തന്നെ 1 വർഷമായി ഇതേ രീതിയിലുള്ള ഈ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഇവരുടെ ഭാഗത്തു നിന്നും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫോളോ അപ്പ് ചെയ്യണം. ഇതിന്റെ തുടർ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം.